EP സമസ്ത ഐക്യ ചർച്ചകൾക്കിടെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി കേരള മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ. മലപ്പുറത്തെ ഹോട്ടലിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. ഭരിക്കുന്നത് ആരായാലും അവരുമായി സംഘടനാ സൗഹൃദം സൂക്ഷിക്കാറുണ്ടെന്ന് അദ്ദേഹം കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ നിലപാട് അതത് സമയത്ത് തീരുമാനിക്കുകയാണ് ചെയ്യാറുള്ളത്. ചർച്ച ചെയ്തതെല്ലാം പുറത്തു പറയാനാകില്ലല്ലോ എന്നും അദ്ദേഹം പ്രതികരിച്ചു. സൗഹൃദ ബന്ധം എല്ലാ ഭരണകർത്താക്കളേക്ക് നടത്താം. ഇന്നൊരു പ്രധാനമായിട്ടുള്ളൊരു ചർച്ച ഏതൊക്കെ വിധത്തിൽ എന്തൊക്കെയാവും? അതിപ്പോൾ സൗഹൃദ ബന്ധപ്പെട്ട് പറയാൻ പറ്റൂ. വിവരങ്ങളുമായി CV അനുമോദ് ചേരുകയാണ്. അനുമോദ്, സംസാരിച്ച കാര്യങ്ങളെക്കുറിച്ച് പുറത്തു പറയാനാകില്ലല്ലോ, എല്ലാ കാര്യങ്ങളും പറയാൻ ആകില്ലല്ലോ എന്നതാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. എന്താണ് ഈ കൂടിക്കാഴ്ചയുടെ രാഷ്ട്രീയപരമായ ഉൾപ്പെടെയുള്ള പ്രാധാന്യം എന്നതാണ് മനസ്സിലാകുന്നത്? കാരണം അതാത് സമയത്ത് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കും എന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. രേണുക, നമുക്കറിയാം, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോട് എപ്പോഴും അടുപ്പം സൂക്ഷിക്കുന്ന നിലപാടാണ് EP വിഭാഗം സുന്നികൾ എല്ലാ സമയവും സ്വീകരിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിലേക്ക് അത് പ്രതിഫലിക്കുകയും ചെയ്തിട്ടുണ്ട്. ചില ഘട്ടങ്ങളിൽ മാത്രമാണ് അങ്ങനെ അല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ആ ഒരു സമയത്താണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ടടുത്ത് നിൽക്കെ മുഖ്യമന്ത്രിയുമായിട്ട് EP വിഭാഗ സമസ്തയുടെ ഉന്നത നേതാവായിട്ടുള്ള ഖലീൽ ബുഖാരി തങ്ങൾ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. അതിന് മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട്. ഇന്ന് സുന്നി ഐക്യത്തിൽ EP വിഭാഗത്തിന്റെ നിലപാട് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പ്രഖ്യാപിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഈ കൂടിക്കാഴ്ച എന്നുള്ളതാണ്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിന് പിന്തുണ ഇതിൽ ചർച്ചയായിരിക്കും. മാത്രമല്ല, ഈ ഐക്യ ആഹ്വാനം വന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് അത് എങ്ങനെ പ്രതിഫലനം ഉണ്ടാക്കുമെന്ന കാര്യം ചർച്ചയായിരിക്കാം. അത്തരത്തിൽ രാഷ്ട്രീയമായിട്ട് ഏറെ പ്രധാനപ്പെട്ട ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് മലബാറിൽ ഏറ്റവും പ്രധാനപ്പെട്ടതൊന്നാണ് EP വിഭാഗങ്ങളെ പിന്തുണന്നിരിക്കെ രാഷ്ട്രീയമായിട്ട് ഏറെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ച തന്നെയാണ് ഇന്ന് ഖലീൽ ബുഖാരി തങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് മലപ്പുറത്ത് ഉണ്ടായിരിക്കുന്നത്. എന്താണെങ്കിലും തെരഞ്ഞെടുപ്പ് സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് കാന്തപുരം EP അബൂബക്കർ മുസ്ലിയാർ അവരുടെ നിലപാടുകൾ ഓരോ മേഖലകളിലും നിലപാട് പ്രഖ്യാപിക്കാറുള്ളതാണ്. അതൊരു രാഷ്ട്രീയ ആഹ്വാനമായിട്ടല്ല, അണികൾക്ക് അതിന്റെ നിർദ്ദേശം നൽകുകയാണ് ചെയ്യാറ്. ഇത്തവണയും ഭരിക്കുന്നവരുമായി ചേർന്ന് നിൽക്കുന്നു എന്ന നിലപാട് സ്വീകരിക്കുമ്പോഴും മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിലപാടുകളെ മാറ്റുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. പ്രത്യേകിച്ച് EP സുന്നി ലയനവും അതുപോലെ തന്നെ EP വിഭാഗം ലീഗുമായി അടുക്കുന്നു എന്നുള്ള പ്രചാരണങ്ങളെ ശക്തമായിരിക്കെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് EP വിഭാഗത്തിന്റെ പിന്തുണ പൂർണ്ണമായി ലഭിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ആ സംശയങ്ങൾ, ആ ചർച്ചകൾ അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുകയാണ് ഇന്നത്തെ കൂടിക്കാഴ്ച എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും ഏതായാലും രാഷ്ട്രീയപരമായി പോലും ആ രീതിയിലുള്ള പ്രാധാന്യമുള്ള ഒരു കൂടിക്കാഴ്ചയാണ് ഇന്ന് നടന്നിരിക്കുന്നത്. അതേസമയം തന്നെ EP വിഭാഗം സംസ്ഥയുടെ 100ാം വാർഷിക വിളംബര സമ്മേളനം മലപ്പുറം കോട്ടക്കലിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 6 മണിക്ക് ജനറൽ സെക്രട്ടറി കാന്തപുരം EP അബൂബക്കർ മുസ്ലിയാർ 100ാം വാർഷിക പ്രഖ്യാപനം നടത്തും. സുന്നി ഐക്യത്തിന്റെ കാര്യത്തിൽ എന്താണ് നിലപാട് പ്രഖ്യാപിക്കുക എന്നത് വലിയ ആകാംക്ഷയായി നിലനിൽക്കുന്നുണ്ട്. സമസ്തയിൽ നിന്ന് വിട്ടുപോയവർ തിരികെ വരണമെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആഹ്വാനം ചെയ്തിരുന്നു. എന്തായാലും സമ്മേളനം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. അവിടുത്തെ തത്സമയ സംപ്രേഷണത്തിൽ വിശകലനം നടത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഭംഗിയായി ഈ ദൗത്യം പൂർത്തീകരിക്കുന്നതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. സ്വാഗതം പറയുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.